ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് ലൈവുകളിലൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ അമ്പലത്തിലെ, അതായത് ഇലവൂർക്കാവ് ശ്രീ കണ്ഠാകർണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവാലയങ്ങളുടെ പ്രതിഷ്ഠാകർമ്മമാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് വ്രതമാണെന്നും മോന് ആ പ്രതിഷ്ഠാകർമ്മത്തിന് വേണ്ടിയിട്ടുള്ള വിഗ്രഹങ്ങൾ കൊണ്ടുവരാൻ പോകാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ചടങ്ങിൻ്റെ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇലവൂർക്കാവ് ശ്രീ കണ്ഠാകർണസ്വാമി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന വിധി പ്രകാരം പണി കഴിപ്പിച്ച ഉപദേവാലയങ്ങളുടെ സമർപ്പണവും പ്രതിഷ്ഠാകർമ്മവും 2025 മെയ് 30 മുതൽ ജൂൺ 2 വരെയാണ് നടത്തപ്പെടുന്നത്. പ്രതിഷ്ഠാകർമ്മത്തിന് ആവശ്യമായ വിഗ്രഹങ്ങൾ മെയ് 29 തീയതി വൈകുന്നേരം ചെങ്ങന്നൂരിൽ നിന്ന് ഉപരികുന്നം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഫ്ലോട്ടിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ചുറ്റുമല ശ്രീ ദുർഗാ ദേവീക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം തിരിച്ച് മാർത്താണ്ഡപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് ഫ്ലോട്ടിൻ്റെയും വാദ്യമേളങ്ങളുടെയും ഒപ്പം താലപ്പൊലിയും കൂടെ അകമ്പടിയോടും കൂടി നമ്മുടെ ഇലവൂർക്കാവ് ശ്രീ കണ്ഠാകർണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ വിളക്കിൻ്റെ അകമ്പടിയോടെ നമ്മുടെ വിഗ്രഹങ്ങൾ ഇലവൂർക്കാവ് ശ്രീ കണ്ഠാകർണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹത്തെ പറ്റി പറയാനാണെങ്കിൽ അതിന് വാക്കുകൾക്ക് അതീതമാണ്. കാരണം ഞങ്ങൾ വിളക്കെടുക്കാനായിട്ട് നല്ല മഴയത്ത് കുടയും പിടിച്ചാണ് അങ്ങോട്ട് മാർത്താണ്ഡപുരം അമ്പലത്തിലേക്ക് പോകുന്നത്. പക്ഷെ തിരിച്ച് നമ്മുടെ വിഗ്രഹങ്ങളെല്ലാം മാർത്താണ്ഡപുരത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ട് നിൽക്കുന്ന പോലാണ് മഴ നിന്ന് നമ്മുടെ ഈ മാർത്താണ്ഡപുരത്ത് നമ്മുടെ അമ്പലത്തിലെത്തി നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം കഴിയുന്നവരേക്കും മഴ തോന്നു നിന്ന് നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പം നമ്മുടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണേ. നമ്മൾ താലപ്പൊലി അമ്പലത്തിലേക്ക് പ്രവേശിച്ചു. താലപ്പൊലി അമ്പലത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന വണ്ടി ഇറങ്ങി വരികയാണ്. വല്ലാത്ത ഒരത്ഭുതം എന്ന് വേണം പറയാൻ. അത്രയും മഴയായിട്ട് നിന്ന ആ ഒരു സമയത്ത് കൂടി നമുക്ക് വിളക്ക് എടുക്കേണ്ട അത്രയും നേരം ആരും പ്രതീക്ഷിച്ചില്ല ആ വിളക്കെടുക്കാൻ കഴിയുമെന്ന്. കുട പിടിച്ച് തന്നെ വിളക്കെടുക്കണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വിളക്കെടുക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ആ കുടയൊന്നും പിടിക്കേണ്ടി വന്നില്ല. നല്ല അന്തരീക്ഷം. അപ്പോഴെങ്ങും ഒരു മഴ പെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള അന്തരീക്ഷമായിരുന്നു അത്രയും നേരം ഭഗവാൻ നമുക്ക് തന്നത്. അങ്ങനെ വിഗ്രഹങ്ങൾ നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഉപരികുന്നം അമ്പലത്തിൽ വരെ വിഗ്രഹങ്ങളെല്ലാം മൂടി വെച്ചാണ് കൊണ്ടുവന്നത്. അവിടുത്തെ തന്ത്രിയാണ് അത് പീഠത്തിലെടുത്ത് വെച്ച് മാലയൊക്കെ ഇട്ട് അവിടുന്ന് ചുറ്റുമല ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നുള്ള പൂജയും സ്വീകരണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നത്. നിച്ചുകുട്ടനെ കണ്ടോ നിങ്ങൾ? നിച്ചുകുട്ടനും പിന്നെ നമ്മുടെ അതുലുണ്ടല്ലോ, നിച്ചുകുട്ടൻ്റെ കൂട്ടുകാരൻ, പിന്നെ ആദിയും ഒക്കെ ആയിരുന്നു. 3 കുഞ്ഞുങ്ങളും നന്നായിട്ട് തണുത്ത് വിറച്ചാണ് കേട്ടോ വന്നത്. വിഗ്രഹങ്ങൾ മണിയണ്ണം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം മാത്രമേ വിഗ്രഹങ്ങൾ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റൂ. വിഗ്രഹങ്ങൾ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. കണ്ഠാകർണസ്വാമിയുടെയും പാർവതി ദേവിയുടെയും യക്ഷിയമ്മയുടെയും ഒക്കെ വിഗ്രഹങ്ങളാണ് നമ്മുടെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം താണ്ടെ നമ്മൾ അമ്പലത്തിന് ചുറ്റും വലം വെച്ച് വിളക്ക് വന്ന് അവിടെ നിൽക്കുവാണ്. കാരണം വിളക്ക് അവിടെ നിർത്തിയിട്ട് വിളക്കിൻ്റെ അകമ്പടിയോടെ വേണം നമുക്ക് വിഗ്രഹങ്ങളെല്ലാം എടുത്ത് അമ്പലത്തിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട്. ആ സമയത്ത് താണ്ടെ നമ്മുടെ ഫ്ലോട്ട് വൃത്തിയായിട്ട് ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണേ. കാരണം അതും ഇതിൻ്റെ ഭാഗമാണല്ലോ, അപ്പോൾ അതും ഇതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ. ഫ്ലോട്ട് നാഗഭൈരവിയായിരുന്നു. അതും ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് പകർത്തിയതാണേ. അതും നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കണമല്ലോ. പിന്നീട് താണ്ടെ വിഗ്രഹങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾ 3 നല്ല വൃത്തിയായിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കാറ്റായിരുന്നു അന്ന് മൊത്തവും. വണ്ടിയിലിരുന്ന് നല്ല വൃത്തിയായിട്ട് നനഞ്ഞ് കുഴയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഈ കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റി.
പിന്നീട് അതുള്ളതൊക്കെ നല്ല വെയിറ്റ് ആയതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നാണ് അതെല്ലാം എടുത്തത്. ഈ 3 കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇതിനോട് സംബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരും കുറേ നാളായിട്ട് വ്രതമൊക്കെ എടുത്ത് നല്ല വൃത്തിക്ക് നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ അമ്പലത്തിലൊരു കാര്യം നടന്നാൽ എല്ലാവരും നല്ല കൂട്ടായിട്ട് ആത്മാർത്ഥതയോടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യും. അതിൻ്റെ ഒരു എന്താ പറയുക, ഐശ്വര്യവും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഈ അവസാനം ഈ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടാരണസ്വാമിയുടെ പീഠമാണേ. ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് അതെല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു കൊണ്ട് വയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിളക്ക് കൊണ്ട് അവിടെ കുറച്ച് നേരം ഭഗവാന്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ തിരുമേനി വന്ന് വെള്ളം തളിച്ചൊക്കെ വിളക്ക് എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമായിരുന്നു. അത്രയും നേരം വിളക്ക് എടുത്ത് നിന്നു. ഒരു കുറവുകളുമില്ലാതെ നല്ല വൃത്തിക്ക്, കാറ്റ് പോലും വരാതെ വൃത്തിക്ക് എല്ലാവർക്കും വിളക്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് അനുഗ്രഹമായിരുന്നു അന്ന് നമുക്ക്. അത് കഴിഞ്ഞ് ദാണ്ടെ അടുത്ത ദിവസം തൊട്ട് രാവിലെ കഞ്ഞി ഉണ്ടായിരുന്നു. അന്നദാനം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ എല്ലാവരും പോകുന്നതിന് മുമ്പേ അരിയുമായിരുന്നു. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. ഈ പച്ചക്കറി അരിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യം കുറച്ച് നേരം ഇല്ലായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ എല്ലാ ഞായറാഴ്ചയും ശിവദിവ്യ പ്രദക്ഷിണ പൂജയുണ്ട്. അതിനോടനുബന്ധിച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെയും കഞ്ഞി ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ആ ദിവസങ്ങളിൽ നമ്മൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് വൈകുന്നേരം ഒന്നും പോയി എനിക്ക് അരിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അരിയാനായിട്ട് അവിടെ നിന്നതാണേ. പക്ഷെ ഭയങ്കര മഴയായിപ്പോയി. നല്ല വൃത്തിയായിട്ട് നനഞ്ഞ് കുളിച്ചാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ചെയ്യുമ്പോൾ അതൊരു സന്തോഷം കൂടിയാണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറികളെല്ലാം അങ്ങനെ അരിഞ്ഞ് വെച്ചു തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നേ. തുടർന്ന് അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം 9 മണി മുതൽ അന്നദാനമുണ്ടായിരുന്നു. വൈകിട്ട് 5-ന് വീണ്ടും നട തുറക്കൽ. 5:30 മുതൽ ആചാര്യവരണം, പ്രസാദ ശുദ്ധിക്രിയകൾ, ജലാധിവാസം, 6:30-ന് ദീപാരാധന എന്നീ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ജൂൺ 2-ാം തീയതി രാവിലെ 8:50 കഴിഞ്ഞ് 9:10-നകമുള്ള മിഥുനം രാശി ശുഭമുഹൂർത്തത്തിലാണ് നമ്മളുടെ പ്രതിഷ്ഠാകർമ്മം. അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും അമ്പലത്തിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ എല്ലാ വിശേഷങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.